ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നതെന്നറിയോ? ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ, ബാംഗ്ലൂർ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ബാംഗ്ലൂർക്ക് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പഴയ വീഡിയോയാണ്. അന്ന് ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ചെക്കൗട്ട് ചെയ്ത്, അതായത് പോരുന്ന ദിവസം ഉച്ചയ്ക്ക് 12 മണി ആയപ്പോഴേക്കും ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നിട്ട് രാത്രി 10:30. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സമയം എന്തായാലും നമുക്ക് അത്രയും നേരത്തെ എയർപോർട്ടിൽ പോയി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ ഫീനിക്സ് മോളിലൊന്ന് പോയി നോക്കാം എന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു എവിടെ പോകാൻ പറ്റും. ഈ ഒന്നാമത് ബാഗും എല്ലാം ഉണ്ടല്ലോ, ലഗേജൊക്കെ ഉണ്ട് കയ്യിൽ, അപ്പോൾ എല്ലാം കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണ്ടേ. അങ്ങനെ ഓക്കെ ഞങ്ങൾ തിരഞ്ഞെടുത്താണ് ഈ ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ണ് തള്ളിപ്പോയി. ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ലുലു മോളിനേക്കാളും ഭയങ്കര വലുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും അത് ഏരിയ വൈസ് അത് വലുതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ അകത്ത് കൂടി നടന്നിട്ട് എനിക്ക് ഫീലായത് ഭയങ്കര വലിയ മോളായിട്ടാണ്. നല്ല രസമായിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നതെല്ലാം കാണാനായിട്ട്. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറിയ പോലെ ഇങ്ങനെ കണ്ണ് തള്ളി ഇങ്ങനെ നടക്കും, ഓരോന്നും കണ്ട് അതുപോലെ ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് മോൾ നടന്ന് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അത് ബാംഗ്ലൂർ ആയത് ഓഫ് കോഴ്സ് ബാംഗ്ലൂരാണ്, അപ്പോൾ നല്ല ക്രൗഡഡ് ആണ്. എന്നാലും അതിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ ഈ ലുലുവിലൊന്നും കയറണമെന്നൊന്നുമല്ല എന്ന് മനസ്സിലായി. കാരണം അവിടെ ഒരു ഇരിക്കാൻ കുറച്ചൊരു സ്പേസ് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം, ആരെങ്കിലും ഏതെങ്കിലും ടേബിളിൽ നിന്ന് എണീക്കണ്ടോ, എന്നിട്ട് വേണം നമ്മുടെ സ്പേസ് പിടിക്കാൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് എണീറ്റാൽ പിന്നെ അത് പോയി. അത്രയും തിരക്കാണ്, അത്ര തിരക്കാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ആ സൈഡിലൊക്കെ. അപ്പം ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് ഒരു സ്ഥലം കുറച്ച്, അതായത് ഒരു റൗണ്ട് ടേബിൾ, ഒരു 2 പേർക്ക് ഇരിക്കാവുന്ന ഒരു റൗണ്ട് ടേബിളിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കസേരയൊക്കെ സംഘടിപ്പിച്ച് 4 പേരും കൂടി ഇരുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒരു 4:30 വരെയൊക്കെ ടൈം അങ്ങ് സ്പെൻഡ് ചെയ്തു. കാരണം അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എങ്ങും പോകാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ ലഗേജ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിള്ളേർക്കുള്ളത് സ്നാക്സ്, അത് മറ്റേ ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ നഗറ്റ്സ് അതും ഇതൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞങ്ങൾ കഴിച്ചത് ബിരിയാണിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പതുക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാട്ടോ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് സമയം ഞങ്ങൾക്ക് പോവാറാവണതിന് ഒരു കുറച്ച് മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റിട്ട് ബാക്കി നടന്ന് കാണാമെന്നാണ് തീരുമാനിച്ചത്. അല്ലാണ്ട് ഇതും ആദ്യമേ നടന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര എന്താ പറയുക, ടയേർഡായി എവിടെയെങ്കിലും പോയി ഇരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്പേസ് കിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ലഞ്ച് ടൈം ആയിരുന്നു. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അസാമാന്യ തിരക്ക്. ഫുഡ് കിട്ടാൻ തിരക്ക്, അവിടെ ഒരു പ്ലേസ് കണ്ടുപിടിക്കാൻ തിരക്ക്, അങ്ങനെയെല്ലാം. അങ്ങനെ ഒരു 4:30 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്കൊരു 5:15 ഒക്കെ ആകുമ്പോഴത്തേക്കും എയർപോർട്ടിലേക്ക് പോവാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മോളൊക്കെ ഒന്ന് നടന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് കറങ്ങി. അപ്പോൾ മാക്സ് കണ്ടു. കുറച്ച് നേരം മാക്സിൻ്റെ ഷോപ്പിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചുമ്മാ നോക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് പറ്റിയതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു. പക്ഷേ അന്യായ പ്രൈസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ എറണാകുളത്തുള്ള ആ ഒരു, അല്ലെങ്കിൽ സാധാരണ മാക്സ് ഷോപ്പിൽ കയറുമ്പോൾ ഉള്ള പ്രൈസ് വാല്യൂ അല്ല ഞാൻ അവിടെ കണ്ടത്. ബാംഗ്ലൂർ ആയതുകൊണ്ടാവാം, അതോ എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും എടുത്തതിനൊക്കെ നല്ല പ്രൈസായിരുന്നു. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, ഞാനൊന്നും വാങ്ങിച്ചില്ല. ചുമ്മാ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കറങ്ങിയ പോലെയായിരുന്നു. പിന്നെ അതിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു ബുക്ക് സ്റ്റോളിൽ കയറിയായിരുന്നു. പിള്ളേർക്ക് പറ്റുന്ന ബുക്സ് വായിക്കാൻ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വായിച്ചു തീർക്കും കേട്ടോ. പിന്നെ അടുത്ത് കിട്ടിയാലും അവർ വാങ്ങിക്കില്ല, വായിച്ചു തരാൻ പിന്നെ വായിക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അവിടെയും ഭയങ്കര പൈസ. നമ്മൾ ഇവിടുത്തെ സാധാരണ ഒരു ബുക്ക് വാങ്ങിക്കണതിൻ്റെ ഒക്കെ ഇരട്ടി പൈസയായിട്ട് അവിടെ കാണണേ. അപ്പം അങ്ങനെ വാങ്ങിച്ച് പൈസ കളയണ്ടെന്ന് വിചാരിച്ച് സെയിം ബുക്ക് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ വേറെ ബുക്ക് സ്റ്റോളിൽ നിന്നോ വാങ്ങിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ വാങ്ങിക്കാതെ പോന്നു. ഞാനിങ്ങനെ ചുമ്മാ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി, പ്രൈസൊക്കെ നോക്കി, അതേപോലെ തന്നെ തിരിച്ചു വെച്ചു കേട്ടോ. ഭയങ്കര കത്തിയായിരുന്നു. എന്തായാലും ഫീനിക്സ് മോളിൽ പോയി എന്നൊരു ഇതേ ഉള്ളൂ. അല്ലാതെ എനിക്കിഷ്ടമായി, മോൾ ഇഷ്ടമായി. ഭയങ്കര വലുതാണ്, ഭയങ്കര സ്പേസാണ്, ഭയങ്കര ക്രൗഡഡ് ആണ്. അത് എനിക്ക് എന്തോ അത്ര ഇതല്ല. എനിക്ക് അത്ര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോകുന്നത് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും നമുക്കിതൊരു എക്സ്പീരിയൻസ് ആണ്, വൺസ് ഇൻ എ ലൈഫ് ടൈം. അങ്ങനെ ഒരു റൗണ്ട് ഒരു ഫ്ലോർ കറങ്ങി താഴെ വന്നപ്പോഴത്തേക്കും 5 o'clock ഒക്കെ ആയി. അപ്പോൾ ആ ഒരു സമയത്ത് മ്യൂസിക്കൽ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾ അവിടെ ഹിന്ദി സോങ്സ് ആണ് അയാൾ ഫുൾ പാടിയത്. അപ്പോൾ 3-4 പാട്ടൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കേട്ടു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്ത്.
ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർ എത്തിക്കഴിഞ്ഞ് ആ ഫ്ലോർ ഒരു 3-4 തവണ ഫുൾ ചുറ്റിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പുറത്തേക്കുള്ള വഴി കാണാൻ പറ്റിയത്. നമുക്ക് ക്യാബ് ബുക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഒലയോ ഏതെങ്കിലും വരണമെങ്കിൽ തന്നെ അതിന് സെപ്പറേറ്റ് പോയിന്റാണ്. അത് എവിടെയെന്ന് അറിയില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കിടന്ന് കറങ്ങി നട്ടം തിരിഞ്ഞത്. അപ്പോൾ അത് ചെറിയ ബോർഡാണ് അവർ വെച്ചിരുന്നത്. അത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ച് സമയം എടുത്തു. നമുക്ക് പരിചയമില്ലല്ലോ. കണ്ട, ഇതുപോലത്തെ ഒരു ചെറിയ ബോർഡും ചെറിയൊരു പാസേജായിരുന്നു പുറത്തേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാഞ്ഞിട്ടാണ് ഈ കിടന്ന് കറങ്ങിയതൊക്കെ. അപ്പോൾ അത് കണ്ടുപിടിച്ചു, പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ക്യാബ് ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ബാംഗ്ലൂർ വിശേഷം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിനു മുമ്പ് ഒരു ബാംഗ്ലൂരിലെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. എന്നിട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ദെൻ, ടാറ്റാ, ബൈ.